നമസ്കാരമുണ്ട്. ഇത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം. ആ പത്രസമ്മേളനത്തിൽ നമുക്കറിയാം, ആ മുഖഭാവം കണ്ടാൽ അറിയാം ആരോ ഇഷ്ടപ്പെടാത്ത ഒരു പത്രത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു മാധ്യമത്തിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യമാണെന്ന് മനസ്സിലായി. അതാ മുഖഭാവം എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കത് പ്രതീക്ഷിക്കാമെന്ന് തോന്നുന്നു. എന്നാൽ എന്താണ് ആ ചോദ്യം എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. മനസ്സിലായി. ഇതാ ഏത് നമ്മുടെ വിഴിഞ്ഞത്തെ 13,000 ഷെയർ കച്ചവടം അദാനി കച്ചവടം നടത്തിയത്. അതിനെപ്പറ്റി കഴിഞ്ഞ പത്രസമ്മേളനത്തിലെ വളരെ ആവേശത്തോടു കൂടി പുതിയൊരു കണ്ടുപിടുത്തം പോലെ നിങ്ങളോട് എനിക്ക് തിരിച്ചൊരു ചോദ്യം ചോദിക്കാനുണ്ടെന്ന് ഈ പത്രലേഖകരോട് പറഞ്ഞ് ഈ ഫയലിൻ്റെ ഇടയിൽ നിന്ന് ജൂൺ 5-ാം തീയതിയിലെ ദേശാഭിമാനി വാർത്തയുടെ ഒരു കട്ടൗട്ടൊക്കെ എടുത്ത് അത് കാണിച്ചു കൊടുത്തുകൊണ്ട് പറയുകയാണ്, ഈ വാർത്ത ആദ്യമായി റിപ്പോർട്ട് ചെയ്തതും കിട്ടിയതും ദേശാഭിമാനിക്കാണ് എന്ന് പറഞ്ഞ് ഈ പത്രലേഖകരോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. അന്ന് ഇതെല്ലാം കേട്ടുകൊണ്ട് ഈ പത്രലേഖകർ ഒരക്ഷരം മുണ്ടാതെ വായൽ കുഴക്കെട്ട വിട്ട പോലെ അവിടെ ഇരുന്നു. അവർക്കിതൊന്നും അറിയില്ല. അന്ന് ഈ മാതൃഭൂമിയുടെ ലേഖകനുണ്ട്. ഈ വാർത്ത നേരത്തെ പ്രസിദ്ധീകരിച്ച മാതൃഭൂമിയുടെ ലേഖകനും അതിനകത്ത് ഉണ്ടായിരിക്കണമല്ലോ. ഇല്ലെങ്കിൽ നമുക്കതിനകത്ത് അഭിപ്രായ വ്യത്യാസമില്ല. അവരും ഉണ്ടായിരിക്കണം സ്വാഭാവികമായിട്ടും. അദ്ദേഹവും ഇത് ഞങ്ങളുടെ പത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നൊന്നും പറഞ്ഞില്ല. ആ ചോദ്യം ഇപ്പോൾ ഇന്നത്തെ ഈ പത്രസമ്മേളനത്തിൽ ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രിക്ക് ഒരല്പം ദേഷ്യമൊക്കെ വരാതിരിക്കുമോ? കാരണം തൻ്റെ ഒരു കളവ് കണ്ടുപിടിച്ചു, അത് ഇപ്പോൾ ചോദ്യമായി ഇവർ ചോദിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖഭാവമൊക്കെ മാറി. പിന്നീട് അവിടെ നിന്നങ്ങോട്ട് അദ്ദേഹം പറയുന്ന ആ മറുപടി ഒന്ന് കേട്ടു നോക്കും. അതുകൊണ്ട് എന്താ കുഴപ്പം? അതിനെന്താ കുഴപ്പം? ഇപ്പൊ നോക്കി, ഈ മുഖ്യമന്ത്രി സതീശൻ സാർ പറയുമ്പോൾ നമുക്ക് വല്ല സംശയം തോന്നുന്നുണ്ടോ? അത്രയും വസ്തുതയോടുകൂടി അദ്ദേഹം പറയുന്ന പോലെയല്ലേ നമുക്ക് തോന്നുന്നുള്ളൂ. അന്ന് പറഞ്ഞത് വളരെ സത്യമായിരുന്നു എന്നാണ് ഇപ്പോഴും അദ്ദേഹം പറയുന്നത് പോലെ നമുക്ക് തോന്നുന്ന വിധത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ആ ഒരു ശൈലിയുടെ ഒരു സുഖം കണ്ടോ നമുക്ക്. അപ്പോഴും നമുക്ക് തോന്നുന്നുണ്ട് അന്ന് അങ്ങനെ ഒരു അബദ്ധം പറ്റിയതാണ്, അത് ഞാൻ അറിഞ്ഞിരുന്നില്ല എന്നൊന്നും അദ്ദേഹം പറയുന്നില്ല. അതിനെന്താ കുഴപ്പം? എന്നിട്ടും കൂടെ അതിനെ സമർത്ഥിക്കാൻ അദ്ദേഹം എന്താണ് പറയുന്നത് എന്ന് കേൾക്കാനും കൂടെ നമുക്കൊരു കൗതുകം ഉണ്ടാവുമല്ലോ. നമുക്കൊന്ന് കേട്ടു നോക്കാം. അല്ല, ദേശാഭിമാനി എഴുതിയ വാർത്ത എന്താണ്? എന്നെ കൊണ്ട് ഒന്നുകൂടി പറയിപ്പിക്കണമല്ലോ. അല്ല, നിങ്ങൾ പറയാ, അതല്ലേ ചോദിച്ചത്. അതേ ചോദ്യമല്ലേ ഇപ്പൊ ചോദിച്ചത്, വീണ്ടും അത് തന്നെ ചോദിക്കുകയാണ്. ദേശാഭിമാനിയിൽ വന്ന വാർത്ത എന്താ? MSC വരുന്നു വിദേശ നിക്ഷേപവുമായി. LDF സർക്കാരിന്റെ ദീർഘവീക്ഷണം. എന്നിട്ട് പ്ലീസ് ഞാൻ ആൻസർ ചെയ്യുമ്പോൾ അങ്ങ് ഇടപെടാൻ പാടില്ല. പ്ലീസ് 3 ചോദ്യം ഒരേ ചോദ്യം ചോദിച്ചിട്ട് വീണ്ടും ഞാൻ സംസാരിക്കുമ്പോൾ ഇടപെടാൻ പാടില്ല. പ്ലീസ് ഒരു മര്യാദ പത്രസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകനാണെങ്കിലും കാണിക്കണം. സംസാരിക്കുന്ന ഇടയിൽ ഇടപെടാൻ പാടില്ല. മറുപടി കേക്ക്. എന്നിട്ട് 13,000 കോടി രൂപ വരുന്നു. ഈ MSCയുടെ നിക്ഷേപം പിണറായി സർക്കാരിന്റെ ദീർഘവീക്ഷണം എന്ന് വാർത്ത കൊടുത്തിട്ട് അതേ പിണറായി വിജയൻ വന്ന് ഞാനുമായിട്ട് ഗൂഢാലോചന നടത്തിയിട്ടാണ് MSC വരുന്നതെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്. ഇനിയില്ല. ഇപ്പൊ കണ്ടതാണ് നമ്മുടെ സതീശൻ സാറിന്റെ അമ്മിടുക്ക് കഴിവ്, അല്ലെങ്കിൽ തന്ത്രം, അല്ലെങ്കിൽ ശൈലി എന്നൊക്കെ പറയാം. ഈ പത്രലേഖൻ ചോദിച്ചത് എന്താ അറിയോ? കഴിഞ്ഞ പത്രസമ്മേളനത്തില് സാറ് ഈ വാർത്ത ഈ ഷെയർ ട്രാൻസ്ഫറിന്റെ വാർത്ത ആദ്യം ദേശാഭിമാനിയാണ് റിപ്പോർട്ട് ചെയ്തത് എന്ന് പറഞ്ഞ് സ്തംഭിപ്പിച്ചു കളഞ്ഞല്ലോ. ആ ചോദ്യത്തെ പറ്റിയാണ് ചോദിക്കുന്നത്. അന്ന് അങ്ങനെയല്ലല്ലോ, അതിനു മുമ്പും വന്നിട്ടുണ്ടല്ലോ എന്ന് പത്രലേഖകർ ഇപ്പം ചോദിച്ചപ്പോൾ അദ്ദേഹം അതിനെപ്പറ്റിയേ പറയാതെ ആ വാർത്ത ഇന്നതായിരുന്നു എന്ന് പറഞ്ഞ് ഒരൊറ്റ ടപ്പ് അങ്ങ് നിർത്തിയിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോയി. ഇനിയില്ല എന്ന് പറഞ്ഞ് ഈ പത്രലേഖകന്റെ അവിടെ അടച്ചു. ഇനിയില്ല, ഇനി ചോദിക്കേണ്ട ആ വിഷയത്തിൽ നിന്നാണ്. ഈ ശൈലിയൊക്കെ നമ്മുടെ പിണറായി വിജയൻ കണ്ടുപഠിക്കണം. ഇങ്ങനെങ്ങാനും പിണറായി വിജയൻ ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ മാധ്യമങ്ങളിൽ ഒരു അന്തിച്ചർച്ചയ്ക്ക് വലിയ സ്കോപ്പ് ഉണ്ടാവുമായിരുന്നു. ഇതിപ്പോൾ സതീശൻ സാറാകൊണ്ട് അതിനുള്ള സാധ്യത ഒട്ടും തന്നെ ഉണ്ടാവില്ല. പക്ഷേ ഈ മിടുക്കിനെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം, ഈ ശൈലിയെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം. ഇതിനൊരു കഴിവ് വേണം. ഇത്രയും തന്ത്രജ്ഞത ഒരു രാഷ്ട്രീയത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നിലനിൽപ്പുള്ളൂ, വിജയമുള്ളൂ, ജനങ്ങളുടെ കയ്യടി നേടാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം സതീശൻ സാറിന് നല്ലവണ്ണം അറിയാം. ആ കഴിവ് ഇടതുപക്ഷത്തെ നേതാക്കൾക്കില്ലാതെ പോയതിന് അസൂയപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഇത്തരം തമാശകൾ നമുക്ക് തുടർന്ന് ഇഷ്ടം പോലെ കാണേണ്ടി വരും. അതിന് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. താങ്ക് യു.